കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ അപ്പൊ ഏതോ കോളേജിന് പാർട്ടി നടക്കായിരുന്നു. അപ്പൊ അവിടെ പോലീസ് വന്നു. എന്തോ ഡ്രഗ്സിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഡ്രഗ്സ് ഒരു ബന്ധവും ഇല്ലായിരുന്നു. പക്ഷെ അവർ കിരണിനെ അറസ്റ്റ് ചെയ്തു. Oh my God, എന്താ ഇനി ചെയ്യാ? ഞങ്ങൾക്ക് ഡ്രഗ്സുമായിട്ട് ഒരു ബന്ധമില്ല. കിരണ് ഒന്നും അറിയില്ല. പക്ഷെ അവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോ മുതൽ ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. സൃഷ്ടി, കിരണിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആ അകത്ത് ലോക്കപ്പിലാണ്. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. ചേച്ചി സ്ട്രെസ് എടുക്കാതിരിക്കെ, ഞാൻ അങ്ങോട്ട് വരുവാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. ഓക്കെ? സൃഷ്ടി, എനിക്ക് വളരെ ഹെൽപ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കിരൺ എപ്പോഴും സഹായിക്കാറുള്ളതാണ്. എനിക്ക് അവനോട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരും ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല. ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് വരുവാ. ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കാൻ എന്ത് ചെയ്യണമെന്ന്. ഓക്കെ? ആ, ഞാൻ രോഹിത്തിനെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ രോഹിത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ രോഹിത് എത്തിക്കഴിഞ്ഞു കിരണിനെ പെട്ടെന്ന് ഇറക്കാൻ പറ്റുമായിരിക്കും. ചേച്ചി ഫോൺ കട്ട് ചെയ്തേ, ഞാൻ അങ്ങോട്ട് വരുവാ. ഓക്കെ, ബൈ. എത്ര വേണമെങ്കിലും നീ കരഞ്ഞോളൂ പ്രീത. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. എന്റെ മനസ്സിന് തന്നെ ഒരു കുളിർമഴയാണ് അത് കാണുമ്പോൾ. നീ എന്നെ, എന്റെ ഷെർലിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നിനക്ക് അവൾ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം അല്ലേ? ഇപ്പൊ കണ്ടോ, നിന്റെ ജീവിതത്തിൽ ഇനി കണ്ണുനീരല്ലാതെ മറ്റൊന്നും നിനക്ക് ലഭിക്കില്ല. ഇത് വെറും ഒരു ട്രെയിലറാണ്. പിക്ചർ ഇനിയും ബാക്കിയുണ്ട് പ്രീത അറക്കൽ. നിന്റെ ജീവിതത്തിൽ ഇനി കണ്ണുനീരും കഷ്ടപ്പാടുകളും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടാവില്ല. അതിന് ഈ പൃഥ്വി ഉറപ്പ് തരുന്നു. സന്ദീപ്, ആ ഫയൽ എടുത്തിട്ട് ക്യാബിനിലേക്ക് കൊണ്ടുവരൂ. സർ, ഒരു മിനിറ്റ്, എനിക്ക് സാറിനോട് സംസാരിക്കണം. ഞാൻ സാറിനോട് സംസാരിക്കാൻ എത്ര നേരമായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ആ ഉടുപ്പ് അയൺ ചെയ്ത് കഴിഞ്ഞു. എന്താ സൃഷ്ടി കാണിക്കുന്നേ? നീ എന്താ ഒരുമാതിരി വവ്വാലുകൾ നരകത്തിൽ നിന്ന് പോകുന്ന പോലെ ധൃതി പിടിച്ച് ഒന്നില്ലെങ്കിൽ തറയിൽ നോക്കി നടക്ക്. അയൺ ചെയ്ത ഡ്രസ് എല്ലാം നാശാക്കി. ഇനി ഞാനിതൊക്കെ വീണ്ടും അയൺ ചെയ്യണ്ടേ? അമ്മയോട് ഇപ്പൊ കിരൺ സാർ ജയിലിലാണെന്നും ചേച്ചി കൂടെ ഉണ്ടെന്നും പറഞ്ഞ വെറുതെ ടെൻഷൻ അടിച്ച് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി വെക്കും. ഞാനിപ്പോ വരാം. പുറത്തോട്ട് പോവാ. കൊടുങ്കാറ്റേ, നീ എവിടാ പോകുന്നേ? അത് ഞാൻ മുത്തശ്ശി വാക്കിങ്ങിൽ പോവാ. ഞാൻ പറയുന്ന കേക്ക് മോളെ. അവളെവിടാ പോകുന്നേ? അമ്മ, അവള് കള്ളാ പറയുന്നത്. വേറെ എവിടെയോ പോവാ. ഇത് നടക്കാൻ പോകുന്ന സമയമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്തൊക്കെയാ നടക്കുന്നത്? സ്വന്തം അമ്മയോട് തന്നെ കള്ളം പറഞ്ഞിട്ട് പോവാ. പേടിക്കണ്ട, എന്തിനാ ടെൻഷൻ? അമ്മ ടെൻഷൻ അടിക്കാതെ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഈ രണ്ട് പിള്ളേരും കൂടെ ചേർന്ന് ഉറപ്പായി എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അവക്ക് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പോവാലോ. പക്ഷെ അത് പറയുന്നുമില്ല. പിന്നെ എനിക്ക് ടെൻഷൻ ആവാതിരിക്കോ? സരളേ, എല്ലാ കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീയാണെങ്കി ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് ബഹളം ഉണ്ടാക്കും. ഞാനെപ്പോഴാ ബഹളം വെച്ചത്? അല്ലല്ല, നീയല്ല ബഹളം വെച്ചത്, ഞാനാ. ആ അതെ, അമ്മ തന്നെയാ ബഹളം വെക്കുന്നത്. ഇതാരോടാ പറയുന്നേ? ചെറിയ ടെൻഷൻ പോലും വലുതാക്കി തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കും. സരളേച്ചിക്ക് ടെൻഷൻ ഇല്ലാതെ എന്ത് ജീവിതമാണ്? അമ്മേ, ഇവക്ക് ബോധം വന്നപ്പോ ഇവളുടെ സംസാരം കേട്ടില്ലേ? ഇവള് സംസാരിച്ച് എന്റെ കഴുത്ത് ഉറക്കുന്ന തോന്നുന്നത്. ആ, ഞാനിപ്പോ 2 എരിവുള്ള മുളവ് കഴിച്ചിട്ടാ വന്നേ. കോന്തിന്റെ നിറം മാറുന്ന പോലെയാണല്ലോ നിന്റെ സ്വഭാവം മാറുന്നത്. നീ ഞങ്ങളെ വെറുതെ കളിപ്പിക്കുകയാണല്ലേ? മറുപടി എന്നാലും പേടിച്ചു പോയി. സത്യമായിട്ട് എനിക്ക് ഷെർലിനെ കാണാൻ കാത്തിരിക്കാൻ വയ്യ. എന്ത് ഭംഗിയായിരിക്കും അവളെ കാണാൻ. ദൈവമേ, ഈ വെഡിങ് ഡ്രസ് നിനക്ക് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഈ കളറും നിനക്ക് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് ഷെർലിൻ മോളെ. ഇപ്പൊ ഞാനായിരുന്നു ഡ്രസ് എടുക്കാൻ പോകുന്നെങ്കിൽ ഇത്രയും നല്ലൊരെണ്ണം എനിക്കെടുക്കാൻ
ഇവളെ എന്റെ മോന് വേണ്ടി കണ്ടെത്തിയ ദിവസം തന്നെ അതെനിക്ക് മനസ്സിലായി. എനിക്കൊരു കാര്യം അറിയോ, ഈ ഒരു ഡ്രസ് എടുക്കാൻ വേണ്ടി ഞാൻ എത്ര ഷോപ്പിലാ കയറി ഇറങ്ങിയത്, പിന്നെ എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ടും ഒരെണ്ണം പോലും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവസാനം ഷോപ്പ് കീപ്പേഴ്സിന് വരെ മടുത്തു. അവരെ മുഴുവൻ കടയും ഇളക്കിയിട്ട് കാണിച്ചു തന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും നന്നായി തോന്നിയില്ല. അവസാനം ഞാൻ ആ ഷോപ്പ് കീപ്പറിനോട് പറഞ്ഞു ഈ വെഡിങ് എനിക്ക് എത്ര സ്പെഷ്യൽ ആണെന്ന്. അപ്പൊ അയാൾ എനിക്കൊരു സ്പെഷ്യൽ ബൊട്ടീക്കിന്റെ അഡ്രസ് തന്നു. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ പാർക്കിംഗും ഇല്ല. വല്ല വിധനെയൊക്കെ പാർക്ക് ചെയ്തു. And then when I reached there, ഞാൻ ഈ കല്യാണ ഡ്രസ് കണ്ടു. And I knew this is it. It's beautiful. മോളെ കഷ്ടപ്പാടിന്റെ ഫലം എപ്പോഴും മധുരിക്കുന്നതായിരിക്കും. മോളെ വേറെന്തെങ്കിലും വാങ്ങിയായിരുന്നോ? ഞാൻ വേറെ സാധനങ്ങൾ വാങ്ങിയിരുന്നു. അമ്മേനെ വിളിച്ചിരുന്നു. കാർത്തിക, I missed you so much. നിനക്കറിയോ, ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയിരുന്നു. എക്സാക്ട്ലി, ഷോപ്പിംഗ്. അതുകൊണ്ട് തന്നെ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോ. ലുക്ക് അറ്റ് യുവർ ഡ്രസ്, കല്യാണ വേഷ, നല്ല ഭംഗിയില്ലേ? വാവ്, വളരെ നന്നായിട്ടുണ്ട് ഷെർലിൻ. താങ്ക് യു. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ദാ ഇത് നോക്ക്, ഞാൻ ഇത് നിനക്കായിട്ട് വാങ്ങിച്ചതാ. നൈസ് നോ? വൈ ഡോണ്ട് യു ട്രൈ ഇറ്റ്? ഡ്രസ്സോ? Isn't it nice? പക്ഷേ എനിക്കെന്തിനാ? ആന്റി വന്നേ. പോയി ട്രൈ ചെയ്തിട്ട് വരൂ. ശരിക്കും ഇവിടെ എന്താ നടക്കുന്ന മമ്മ? എന്താ വെച്ചാ? മമ്മ, ഷെർലിൻ പെട്ടെന്ന് ഇങ്ങനെ ലവ് ആൻഡ് അഫെക്ഷൻ കാണിക്കുന്നത് എന്തിനാ എന്നോട്? ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. കമോൺ മമ്മ, ഷെർലിൻ ഹഗ് ചെയ്യുന്നത് പോട്ടെ, സ്നേഹത്തോട് ഇന്നുവരെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നോട്. പെട്ടെന്ന് ഈ ഗിഫ്റ്റ്, ലവ് ആൻഡ് അഫെക്ഷൻ. അതുകൊണ്ട് എന്താ ഗിഫ്റ്റ്സ് വാങ്ങി തന്നെന്ന് വെച്ച് വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? കാർത്തിക, ഇത് നിനക്കാണ്. ഷെർലിൻ, നീ ഇതെല്ലാം എന്തു ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ? കാർത്തിക, ദാ നോക്ക്, നീ എന്റെ ഭാവി നാത്തൂനാണ്. നീ എന്നോടൊപ്പം ഷോപ്പിങ്ങിനോ വന്നില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു ഈ ബ്യൂട്ടിഫുൾ ഡ്രസ്സും ഈ അമേസിംഗ് ഗിഫ്റ്റും നിനക്ക് വാങ്ങണമെന്ന്. ദാറ്റ്സ് ഇറ്റ്. ഷെർലിൻ, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ബട്ട് ഈ ഗിഫ്റ്റും ഡ്രസ്സും ഒക്കെ കൊടുത്തിട്ട് നിനക്ക് ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അതിനൊരല്പം ആത്മാർത്ഥത വേണം. സത്യം പറഞ്ഞ ആ ആത്മാർത്ഥത ഞാൻ ഒരിക്കലും നിന്നിൽ കണ്ടിട്ടില്ല. ബട്ട് താങ്ക് യു. സോറി. കാർത്തിക, ലിസൺ. ഐ എം സോ സോറി ഷെർലിൻ. എന്താന്നറിയില്ല, അവള് റൂഡായി പെരുമാറിയത്. മേ ബി ഇൻ ബാഡ് മൂഡ്. ഇറ്റ്സ് ഓക്കെ ആന്റി. അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ എല്ലാ ദിവസവും നമ്മുടെ മൂഡ് ഒരുപോലെ ഇരിക്കണമെന്ന്. പിന്നെ എത്രയായാലും അവൾ എനിക്ക് എന്റെ അനിയത്തിയല്ലേ. ഷെർലിൻ മോളെ, ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, നീ വളരെയധികം മെച്യൂർ ആണ്. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കല്യാണത്തിന് ശേഷം നീ നിന്റെ കുടുംബം വളരെ നന്നായിട്ട് നോക്കുമെന്ന്. നിന്നെ പോലെ ഒരു മരുമകളെ കിട്ടാനായി ഞാനെന്താ മുൻജന്മ സുഹൃത്തും ചെയ്തിട്ടുണ്ട്. നന്നായി വരട്ടെ മോളെ, നന്നായി വരട്ടെ. ഹലോ, റിയൽ ആൻഡ് റിയൽ ന്യൂസ് ചാനൽ. എത്രയും പെട്ടെന്ന് ചേമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. കിരൺ നമ്പ്യാർ എന്ന ഫേമസ് ക്രിക്കറ്റർ പോലീസ് പിടിയിലായിരിക്കുകയാണ്. വാട്ട്? ഇത് കൺഫേം ആണോ? അതെ, കൺഫേം ന്യൂസ് Yeah, I'm coming. ഗ്രേറ്റ്. സോറി. സോറി 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 എന്നോട് പറയേണ്ടത് നീ എന്റെ പ്ലാൻ മൊത്തത്തിൽ കുളമാക്കിയപ്പോഴായിരുന്നു മിസ്റ്റർ രോഹിത് നമ്പ്യാർ. പക്ഷെ അന്ന് നീ എന്നോട് സോറി പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് എല്ലാ കണക്കുകളും സെറ്റിൽ ചെയ്യാൻ. ഇനി നീ കണ്ടോ, ഈ പൃഥ്വി നിന്റെ കുടുംബത്തിന്റെ മേൽ ചെളിവാരി തേക്കുന്നത് എങ്ങനെയാണെന്ന്. വെയിറ്റ് ആൻഡ് വാച്ച്. ആ ഡ്രഗ്സ് എന്നാലും എന്റെ പോക്കറ്റിൽ എങ്ങനെയാ വന്നത്? ആരെപ്പോഴാ വച്ചേ? ഞാനിത് അറിഞ്ഞതുപോലുമില്ല. ഇതൊരു അബദ്ധമാണോ അതോ ആരെങ്കിലും എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്റെ പോക്കറ്റ് ഇട്ടതാണോ? കിരൺ, ആലോചിക്കേ. ഓ ഗോഡ്, ഒന്നും ഓർമ്മയിലേക്ക് വരുന്നേ ഇല്ല. ഞാൻ പ്രാക്ടീസിന് പോയിരുന്നു. ഇല്ല, അപ്പൊ ഞാൻ വേറെ ഡ്രസ്സായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ടാ പോയത്? ആ ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് പ്രീതിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ? അവിടെ നിന്ന് പിന്നെ ഞാൻ എങ്ങോട്ടാ പോയത്? പിന്നെ എങ്ങോട്ടാ ഞാൻ പോയത്? ക്ലബിലേക്ക്. യാ, ഓഫ് കോഴ്സ്,
ഞാൻ ക്ലബിലോട്ട് തന്നെയാ പോയത്. അവിടെ ഇനി വേറെ ആരെങ്കിലും ഡ്രഗ്സ് തൊട്ട് പിടികൂടിയിരുന്നോ? ചിലപ്പോ അങ്ങനെയായിരിക്കും. ഈ ഡ്രഗ്സിന്റെ പ്രശ്നം അവിടെ വെച്ച് തന്നെ തുടങ്ങിയത്. ഏയ് കോൺസ്റ്റബിൾ, ഒന്നിങ്ങോട്ട് വരൂ പ്ലീസ്. എന്നെ ഒന്ന് കോൾ ചെയ്യാൻ സമ്മതിക്കോ? ഒരു കോൾ മതി, ഒരു കോൾ. ആ, നിനക്ക് ഒരു കോൾ ചെയ്യാൻ പറ്റും. നിക്ക്, ഞാൻ ചാവി എടുത്തിട്ട് വരാം. ഇതിന്റെ ചാവി എന്റെ കയ്യിൽ. ഒന്ന് വേഗം ആവട്ടെ. ഈ പ്രീതി ഇതെങ്ങോട്ടാ പോയത്? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ചിലപ്പോ ഇൻസ്പെക്ടറെ കാണാൻ പോയിരിക്കും. ഇൻസ്പെക്ടർ സർ, ഇൻസ്പെക്ടർ സർ, സർ, സർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ സർ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കിരണിനെ അറസ്റ്റ് ചെയ്തത് വളരെ ഒരു തെറ്റാണ്. അവന് സത്യത്തിൽ ഡ്രഗ്സുമായി ഒരു ബന്ധമില്ല സർ. എന്നെ ഒന്ന് വിശ്വസിക്കൂ സർ. സർ, ഞാൻ അവന്റെ സുഹൃത്താണ്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സ്വയം സമ്മതിക്കും. അവന് ഡ്രഗ്സുമായി ഒരു ബന്ധവുമില്ല സർ. പ്ലീസ് സർ, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് അവനെ വെറുതെ ഒരു വിടണം. തവണ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ഇങ്ങനെ തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന്. ഞാൻ നിയമം അനുസരിച്ച് മാത്രമേ ജോലി ചെയ്യൂ. ആ, പിന്നെ ഇതുവരെ ഞാൻ വളരെ ക്ഷമയോടെയാണ് പെരുമാറിയത്. ഇനിയും നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയും ഞാൻ കിരൺ നമ്പ്യാരോടൊപ്പം ലോക്കപ്പിലാക്കും. മനസ്സിലായോ? എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സാറിന്റെ അടുത്ത് സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സാർ ഈ കേസിനെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. സാർ ആദ്യം നേരെ ചൊവ്വ അന്വേഷിച്ചിട്ട് ശരിക്കുള്ള കുറ്റവാളിയെ കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലാതെ നിരപരാധി അറസ്റ്റ് ചെയ്യല്ല വേണ്ടത്. സാർ അവന്റെ സുഹൃത്തുക്കളോട് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോട് അന്വേഷിക്കുക. അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യാറ് പോലും ഓ ഇല്ല സാർ. മാഡം, നിങ്ങൾ എന്താ എന്നെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നോക്കുവാണോ? ആ പയ്യന്റെ കയ്യിൽ നിന്നും ഡ്രഗ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി കുറ്റം തെളിയിക്കപ്പെട്ടു എന്നാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. രോഹിത്, ഇതെല്ലാം എന്റെ തെറ്റാണ്. ഒരു കുറ്റവും താൻ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. കിരൺ അവിടെ പോയി. അവിടെ വരൂ. നോക്ക്, ഒരൊറ്റ കൊള്ള ചെയ്യാൻ പറ്റൂ. മനസ്സിലായല്ലോ? ഏട്ടാ, ഞാൻ നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നീ എത്ര വലിയ മണ്ടത്തുറ കാണിച്ചു വെച്ചെന്ന്? നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഇനി നീ എന്താ ചെയ്തതൂടെ ഞാൻ പറയണോ? ഏട്ടാ, ഞാൻ ഈ ന്യൂസ് അഥവാ ലീക്ക് ആയിരുന്നെങ്കിൽ നിന്റെ കരിയർ അവിടെ വെച്ച് നശിച്ചേനെ. ഡ്രഗ്സ് അല്ലേ കിരൺ? നീ വളരെയധികം ബുദ്ധിമുട്ടി ഒരുപാട് എഫേർട്ട് എടുത്താണ് വൺ ഡേ ഇന്റർനാഷണൽ വരെയെങ്കിലും എത്തിയത്. ഹൗ കുട്ടിയോ? എന്റെ ഏട്ട, എനിക്കൊന്നും അറിയില്ല. ഇല്ല രോഹിത്, അത് കിരൺ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പ്രീത, എനിക്ക് താൻ പറയാതെ തന്നെ അറിയാം ഇവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പക്ഷെ ഡ്രഗ്സ് സൂക്ഷിക്കുന്നത് പോലും വളരെ വലിയൊരു ക്രൈമാണ്. യു ആർ എ സ്പോർട്സ്മാൻ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നിനക്കറിയോ? നിന്റെ കരിയർ പോലും നശിച്ചു പോയേക്കാം കിരൺ, ഈ ഒരു തെറ്റുകൊണ്ട്. ഞാനോ അതാ ചിന്തിക്കുന്നേ, ആരാ എന്റെ പോക്കറ്റിലും ഇത് കൊണ്ടുവച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ക്ലബിൽ പോയിരുന്നു ഏട്ടാ. ഏട്ട, അവിടെ വെച്ചാ എന്തോ നടന്നിരിക്കുന്നത്. ഞാൻ അറിയാത്ത എന്തോ കാര്യം ഉണ്ടായത്, അത് ഉറപ്പാ. ക്ലബിൽ വെച്ച് ഇതൊക്കെ സംഭവിച്ചത്. രോഹിത് പ്ലീസ്, കിരണിനെ പുറത്തിറക്ക. ആദ്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള. ഒരു മിനിറ്റ് പ്രീത, എടാ നീ അതെല്ലാം വിട്ടുകള. ഞാൻ ആദ്യം നിന്നെ ഇവിടുന്ന് പുറത്തിറക്കാം, അതിനുശേഷം നമുക്ക് ആലോചിക്കാം ഇതൊക്കെ എങ്ങനെ നടന്നു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ. ഓക്കെ പ്രീത, താനും ഒട്ടും വിഷമിക്കണ്ട. ഞാൻ എന്റെ കൂടെ വളരെ നല്ലൊരു വക്കീലിനെ കൊണ്ടുവന്നേ, അതാ ലേറ്റായേ. അയാൾ നമുക്ക് വേണ്ടി ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, അതുപോലെ നീയും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. കിരൺ, നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. എന്തായാലും രോഹിത് വന്നല്ലോ, അദ്ദേഹം കൂടെ ലോറിനെ കൊണ്ടുവന്നില്ലേ, ഇനി ഒന്നും സംഭവിക്കില്ല, എല്ലാം ശരിയാകും. ഇങ്ങനെ കരയല്ലേ പ്രീത? ഇല്ല, ഞാൻ കരയില്ല. പ്രീത,
സോറി, ഞാൻ കാരണം ഇതെല്ലാം സംഭവിച്ചു. പ്രീത, നീ ഇങ്ങനെ കരയുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ കരഞ്ഞു പോവും. അല്ലാതെ ഒരു മാർഗമില്ല എനിക്ക്. ഇനി നീ നിന്റെ മുഖത്ത് നല്ലൊരു സ്മൈൽ കൊണ്ടുവന്നേ വേഗം. ചിരിക്കുന്നേ. സാർ, സാറിനകത്ത് കയറാൻ സമയമായി. കയറൂ സാർ. ആ, ഞാനത് വരുന്നു. ജാമ്യത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വക്കീൽ സർ, ഈ പേപ്പറുകൾ കൊണ്ട് ഒന്നും നടക്കില്ല. ഞാനാണ് അവനെ കൈയോടെ പിടിച്ചത്. ഞാൻ ക്രിമിനലാണവൻ. മിസ്റ്റർ പണിക്കർ, എന്തുപറ്റി? എന്തിനെങ്ങനെ വെറുതെ സംസാരിക്കുന്നത്? കിരണിനെ എന്തുകൊണ്ടാണ് വിടാത്തത്? ഇതുവരെ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അവന് ജാമ്യം കിട്ടുന്നില്ല? ജാമ്യം കിട്ടില്ല. അവന് ജാമ്യം കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ നിങ്ങളോടാണ് സംസാരിച്ചേ. ഡോണ്ട് ഇന്ററപ്റ്റ്. പിന്നെ ജാമ്യത്തിന്റെ കാര്യം, ഞാനത് എടുത്തിട്ട് ഇവിടെ നിന്ന് പോവും. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എനിക്കൊന്നും അറിയണമല്ലോ ആരത് തടയാൻ വരുന്നതെന്ന്. മിസ്റ്റർ രോഹിത്, പ്ലീസ്, ഞാൻ അദ്ദേഹത്തോടൊന്ന് മിസ്റ്റർ സംസാരിക്കാം. പണിക്കർ, നിങ്ങൾ ഈ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ മിച്ചം. നിങ്ങൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ? കിരൺ ഇതുവരെ പുറത്തിറങ്ങിയോ? ഇല്ലല്ലോ. ഇനി ഞാൻ നോക്കിക്കോളാം. ലുക്ക് മിസ്റ്റർ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ വലിയ ആളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ. പക്ഷെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്റെ മുന്നിൽ നിങ്ങളുടെ കയ്യൊക്കെ കാണിക്കാൻ നിൽക്കണ്ട. കാരണം ഇവിടെ നിയമപരമായിട്ടേ എല്ലാം നടക്കൂ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ജന്മിയായാലും പ്രമാണിയായാലും ബിസിനസ്മാൻ ആയാലും സന്യാസി ആയാലും. മനസ്സിലായോ? ഏത് നിയമത്തിന്റെ കാര്യം നിങ്ങളെ പറയുന്നേ? എനിക്കൊന്ന് മനസ്സിലാക്കിത്താ. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? നിരപരാധിയായി എന്റെ സഹോദരനെ പിടിച്ച് ജയിലിലാക്കിയിട്ട് എന്നെ നിയമം പഠിപ്പിക്കാൻ വരുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ നിരപരാധിയാണെന്ന്? ഡ്രഗ്സ് കൈവശം വെച്ചതിന് ഞാനാണ് അവനെ പിടിച്ചത്. കുറ്റവാളിയാണ് അവൻ. നിങ്ങൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തല്ലേ അവൻ കുറ്റവാളിയാണെന്ന്? അതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല അവനെ നിങ്ങൾ ഈ കേസിൽ പെടുത്തിയതാണെന്ന്. പിന്നെ നിങ്ങളെപ്പോലെ ഒരാളോട് വെറുതെ സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ. കാരണം ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി ഞാൻ എന്തായാലും കമ്മീഷനോട് സംസാരിച്ചോളാം, ഓക്കെ? പക്ഷെ ഞാൻ എന്റെ പവർ ഉപയോഗിക്കാണെന്ന് ഒരിക്കലും കരുതരുത്. കാരണം ഈ ജയിലിനകത്ത് കിടക്കുന്നത് എന്റെ അനിയൻ. അവനെ രക്ഷിക്കാനായിട്ട് ഞാൻ ഏതറ്റം വരെ എങ്ങനെ പോകും? നിങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിലും ഇൻസ്പെക്ടർ ഡു ഇറ്റ്. എന്തായാലും എന്റെ അനിയൻ ഇവിടെ കിടക്കില്ല. ഡു യു ഗെറ്റ് ദാറ്റ്? കമ്മീഷണറെ വിളിച്ചോളൂ, ജഡ്ജിയെ വിളിച്ചോളൂ, ഹോം മിനിസ്റ്ററിനെ വിളിച്ചോളൂ. പക്ഷെ ആരും നിങ്ങളെ സഹായിക്കില്ല. കാര്യം അറിയാലോ, ഇതൊരു ചെറിയ കേസൊന്നുമല്ല, ഡ്രഗ്സ് കേസാണ്. 12 ഗ്രാമിന്റെ പൗച്ച് കിട്ടി അവന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവനത് ഉപയോഗിക്കുമെന്ന്. അവനോടൊപ്പം അവന്റെ ഗ്യാങ് കൂടി കാണും. അവന്റെ കൂടെ ഞങ്ങൾ വേറെ 2 ആൺകുട്ടികളെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാണ്, എന്റെ സഹോദരൻ ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. അതുമായിട്ട് അവന് യാതൊരു ബന്ധവും ഇല്ല. ഈ കാര്യം തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും കളയാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇൻസ്പെക്ടർ? നിങ്ങൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളയൂ. ഞാൻ എന്റെ കടമയ്ക്ക് വേണ്ടി ജീവൻ കളയാം. നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നില്ലേ? ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ സഹോദരനോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങളുടെ സ്നേഹത്തിന് ബഹുമാനിക്കുന്നു. പക്ഷെ നിയമത്തിന് മുന്നിൽ ഇങ്ങനത്തെ ഒരു പരിഗണനയുമില്ല. അവൻ കുറ്റവാളിയാണ്. അവന് ശിക്ഷ ലഭിച്ചിരിക്കും. പോയി ഫോൺ ചെയ്യും. ശരി, ഞാൻ കമ്മീഷനോട് സംസാരിച്ചോളൂ. കമ്മീഷണറോട് സംസാരിച്ചോളൂ. ഹലോ അങ്കിൾ, ഇത് രോഹിത് നമ്പ്യാരെ സംസാരിക്കുന്നേ. മഹേഷ് നമ്പ്യാരുടെ മോൻ. ആ, രോഹിത് മോനെ, പറയൂ. എന്തൊക്കെയുണ്ട്? ഒരുപാട് കാലമായല്ലോ വിളിച്ചിട്ട്. എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്കിൾ, ആക്ച്വലി ഐ ആം നോട്ട് വെരി വെൽ. ഒരു ചെറിയ ഫേവർ വേണമായിരുന്നു അങ്കിളുടെ. പറയൂ. ഇവിടെ സിറ്റി പോലീസ് എന്റെ സഹോദരൻ കിരൺ നമ്പ്യാരെ ഡ്രഗ്സ് പൊസഷൻ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 12 ഗ്രാം പൗച്ച് ഡ്രഗ്സുമായിട്ട് കൂടി പറയും. അങ്കിൾ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അവൻ ഇതിൽ നിരപരാധിയാണെന്ന്. അങ്കിൾ ഇടപെട്ട് എങ്ങനെയെങ്കിലും അവനൊരു ബെയില് വാങ്ങി തരണം. നോക്കൂ രോഹിത്, നിങ്ങൾ ഈ കേസ് ലീഗലി ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് നിനക്ക് ലീഗൽ അഡ്വൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബെയിൽ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഡ്രഗ്സ് കേസിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം വെരി സോറി. അങ്കിൾ പ്ലീസ്, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തു. അങ്കിൾ പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് വേണ്ടിയെങ്കിലും അങ്കിൾ ഇതൊന്നും ചെയ്ത് തന്നേ പറ്റുള്ളൂ. പ്ലീസ് അങ്കിൾ. ഹലോ, എത്രയാ ചേട്ടാ? 90 രൂപ. 90 അല്ലേ? ആ, ദാ ചേട്ടാ.
ഞാൻ ചേഞ്ച് ഇല്ല എന്റെ കയ്യില്. ചേഞ്ച് ഇല്ലെന്നോ? ചേഞ്ച് ഇല്ലാന്ന് വെച്ചാ കള്ളത്തരം പറഞ്ഞ് എന്റെ 10 രൂപയും കൂടെ തനിക്ക് അടിച്ചെടുക്കാനല്ലേ? ഇങ്ങെടുക്ക്, ഞാൻ ചേഞ്ച് വാങ്ങിട്ട് വരാം. ചേട്ടാ 1 മിനിറ്റ്, 100 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവോ?